യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. നമുക്കും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിയമത്തിന്റെ പേര് പറഞ്ഞ് ചെല്ലാനുള്ള യോഗ്യതയൊക്കെ എന്നേ നഷ്ടപ്പെട്ടു പോയി. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് പോയി പറയാനായിട്ടുള്ള അവകാശമില്ല. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ഇല്ലാതെ വരികയാണ്, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയാതെ വരികയാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് അറിയാതെയാണെങ്കിലും കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്താ അതിൻ്റെ അർത്ഥം? പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറയുന്നതാണോ? അല്ല. അതിൻ്റെ അർത്ഥം, നിങ്ങളിപ്പോൾ ഇതുവരെ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, എൻ്റെ നാമത്തിൽ അപേക്ഷിപ്പിൻ. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങൾ പിന്നെ ആരുടെ നാമത്തിൽ അപേക്ഷിച്ചത്? നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചത് നിങ്ങളുടെ നാമത്തിലാണ്. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ പറഞ്ഞു, കർത്താവെ, കഴിഞ്ഞ 21 വെള്ളിയാഴ്ച തുടർമാനമായി ഉപവാസം എടുത്തതിനെ നീ കാണുന്നുവല്ലോ കർത്താവെ, നീ പ്രവർത്തിക്കണമേ കർത്താവെ എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിലല്ല, ആരുടെ നാമത്തിലാണ് ചെല്ലുന്നത്? നമ്മുടെ പേരിലാണ്, നമ്മളെടുത്ത ഉപവാസത്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഒരു കാര്യവും സാധിക്കാത്തത്. കർത്താവെ, കഴിഞ്ഞ 40 വർഷമായി വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ നീ കർത്താവെ നിന്ന കാര്യത്തെ നീ ഓർക്കുമല്ലോ കർത്താവെ എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ പേരിലാണ് ചെല്ലുന്നത്? നമ്മുടെ നാമത്തിലാണ് ചെല്ലുന്നത്. കർത്താവെ, കഴിഞ്ഞ 16 വർഷമായി വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ നീ കാണുന്നില്ലെന്ന് ഞാനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും കിട്ടത്തില്ല. കാര്യം സ്വർഗത്തിൽ എൻ്റെ പേരിൽ അക്കൗണ്ട് ഇല്ല, നിങ്ങളുടെ പേരിലും അക്കൗണ്ട് ഇല്ല. സ്വർഗത്തിൽ ആകെപ്പാടെ യേശുവിൻ്റെ പേരിലേ അക്കൗണ്ട് ഉള്ളൂ. അതുകൊണ്ട് വല്ലവും കിട്ടണമെങ്കിൽ കർത്താവെ, എൻ്റെ പേരിൽ ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല, ഞാൻ യേശുവിൻ്റെ പേരിലാണ് നിന്റെ അടുത്തോട്ട് വരുന്നതെന്ന് പറയുമ്പോഴാ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദയയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് നെഹമയ നടത്തുന്നത്. കർത്താവെ, നീ നിയമം പാലിക്കുന്നവനാണ്, പക്ഷെ ഞങ്ങൾ നിയമം പാലിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ പാലിച്ച നിയമത്തിന്റെ പേരിൽ നിന്റെ അടുത്ത് വന്ന് ഒന്നും ആവശ്യപ്പെടാൻ ഞങ്ങൾ കഴിയത്തില്ല. പക്ഷേ രണ്ടാമതൊന്നുണ്ടല്ലോ, എന്ത്? നീ ദയ ഉള്ള ദൈവമാണല്ലോ. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ കഴിയേണ്ടതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു സിംഹാസനമേ ഉള്ളൂ. അതിന്റെ പേര് കൃപാസനമെന്നാ. ബാക്കിയുള്ളതൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് പ്രതിഫലമൊക്കെ. ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധി എനിക്ക് ചെല്ലാൻ കഴിയുന്ന ഒരേ ഒരു സിംഹാസനം, അത് കൃപാസനമാണ്. അതുകൊണ്ടാണ് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ദൈവം അനുവാദം തന്നിരിക്കുന്നു. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് 2 കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുണ്ടേലേ പറ്റുള്ളൂ. 1 കൃപ, 2 കരുണ. കരുണയും കൃപയും. മേഴ്സി ആൻഡ് ഗ്രേസ്. ദ നെയിം ഓഫ് ഹിസ് സീറ്റ് ഈസ് മേഴ്സി സീറ്റ്, അല്ലേ? കൃപാസനം അല്ലേ? മേഴ്സി സീറ്റ്, ത്രോൺ ഓഫ് ഗ്രേസ്. തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക, കരുണ ലഭിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ തന്നെ എനിക്ക് കരുണ വേണം. കാര്യം കഴിഞ്ഞ കാലത്തെ എൻ്റെ ജീവിതത്തിന്റെ അക്കൗണ്ടിൽ നിന്നോണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലാൻ കഴിയത്തില്ല. നമുക്ക് എത്ര പേർക്ക് പറയും? നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? യെസ്, കഴിഞ്ഞ നാളുകളിൽ ഞാൻ എങ്ങനെ ജീവിച്ചോ അതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് ആര് പറയും ഇവിടെ? None of you can say. We can never say that. ഇല്ലേ? അതുകൊണ്ട് ഏതൊരു വ്യക്തിയും അവന്റെ സന്നിധിയിലേക്ക് ചെല്ലണമെങ്കിൽ തന്നെ നമ്മളുടെ കഴിഞ്ഞ കാല പാപങ്ങൾ, കഴിഞ്ഞ കാല ജീവിതത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചേ പറ്റൂ. Our past life ask us to go to the mercy seat. എൻ്റെ പാസ്റ്റ്, എൻ്റെ ഭൂതകാലം കൊണ്ട് എനിക്ക് ദൈവസന്നിധി ചെല്ലണമെങ്കിൽ എനിക്ക് എന്ത് വേണം? കരുണ ലഭിച്ചേ പറ്റൂ. 2, എനിക്ക് ഇന്നും നാളെയും ജീവിക്കണമെങ്കിൽ അവൻ്റെ കൃപയുണ്ടേലേ പറ്റൂ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് എനിക്ക് കരുണ, ദൈവത്തിന്റെ കരുണ ആവശ്യമാണ്. ഇന്ന് ജീവിക്കേണ്ടതിന് എനിക്ക് അവന്റെ കൃപ ആവശ്യമാണ്. അതുകൊണ്ടാ കർത്താവ് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ നമ്മൾക്ക് അനുവാദം തന്നിരിക്കുന്നത്. കരുണയും കൃപയും അതാ അവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് നെഹമയ കർത്താവിനോട് പറയാം, കർത്താവേ, നീ നിയമം പാലിച്ചു, ഞങ്ങൾ നിയമം പാലിച്ചില്ല. പക്ഷെ രണ്ടാമതൊന്നുണ്ടല്ലോ, നിന്റെ ദയ. ഇന്ന് ഞാൻ നിന്റെ അടുത്ത് വരുന്നത് നിയമം പാലിക്കണമേ എന്ന് പറഞ്ഞല്ല, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ
എന്നോട് ദയ കാണിക്കണമേ എന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി നമുക്ക് ചെല്ലാനുള്ള യോഗ്യത അത് മാത്രമാണ്. എന്നിട്ട് നെഹമ്യാ പറയാണ്, അടുത്തായിട്ട് പറയുന്നത്, നെഹമ്യാ ജനങ്ങളുടെ പാപം സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ്. 1 അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ ദാസന്മാരെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. നമ്മുടെ സ്വാഭാവികമായ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് കഴിഞ്ഞാൽ നെഹമ്യാ ഒരു വലിയ പാപിയായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ അവന്റെ ജനതയുടെ ഭാഗമായിട്ട് അവൻ ചെല്ലുന്നത്. അതുകൊണ്ട് അവൻ പറയാണ്, See, we have sinned against you, O God. ഞങ്ങൾ നിനക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. നേരത്തെ നെഹമ്യാ ജനതയുടെ ദുഃഖം ഏറ്റെടുക്കുകയായിരുന്നു. ജെറമ്യായുടെ പുസ്തകം നമ്മൾ വായിച്ചല്ലോ, എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് വേദനിച്ച് നടക്കുന്നു, അല്ലേ? എനിക്ക് മുറിവില്ല, പക്ഷെ എൻ്റെ പുത്രിയുടെ, നിന്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് എൻ്റെ മുറിവായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. The pain of my people, I take it as my own pain. അതാ ഒരു ഇന്റർസസറുടെ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ ദുഃഖം ഏറ്റെടുക്കുന്നവനാണ്. ഇനി അടുത്തതായ കാര്യം, ജനങ്ങളുടെ ദുഃഖം മാത്രമല്ല, ജനങ്ങളുടെ തെറ്റും ഏറ്റെടുക്കുകയാണ്, ജനങ്ങളുടെ പാപങ്ങളും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാരുടെ ഷൂവിലേക്ക് നമ്മൾ കയറി നിൽക്കുകയാണ്. ഞാൻ പറയട്ടെ, സഭയുടെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ ആയി പോകാൻ തെറ്റ് ചെയ്തത് ആരൊക്കെയാണെന്നുള്ള ഒരു വിധിയെഴുത്തല്ല ഇന്ന് ആവശ്യം. നമ്മൾ പറയുമ്പോഴതാ, ആരെന്ത് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ സഭ ഇങ്ങനെ ആയിപ്പോയത്? നേതാക്കന്മാരാണോ പാപികൾ? മനുഷ്യനാണോ പാപികൾ? നമുക്ക് എവിടെയാ പാളിച്ച പറ്റിയത്? എവിടെയാണെന്നുള്ളതല്ല, ആരാണ് തെറ്റ് ചെയ്തതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ നെഹമ്യാ അതൊന്നുമല്ല പറയുന്നത്. നെഹമ്യാ പറയുന്നത്, യെസ്, എൻ്റെ പിതാക്കന്മാരുടെ പാപങ്ങൾ കൊണ്ട്. നമ്മുടെ സഭയുടെ ഇന്നത്തെ ദുസ്ഥിതിക്ക് കാരണം നമ്മുടെ പിതാക്കന്മാരുടെ പാപങ്ങളാണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മളുടെ പിതാക്കന്മാര് ദൈവികമായി നമ്മുടെ സഭയെ കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ സഭ ഈ നിലയിലായിപ്പോയത്. അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് പിതാക്കന്മാരെ മാറ്റി എന്തെങ്കിലും കാര്യം ചെയ്യുക, കർത്താവേ ഞങ്ങളെ നീ നോക്കണേ, അവരെയൊക്കെ മറന്നേരെന്നല്ല. നെഹമ്യാ പറയാണ്, യെസ്, വി ഹാവ് സിൻ, ഞങ്ങൾ പാപം ചെയ്തു. ജനതയുടെ പാപം നമ്മൾ ഏറ്റെടുക്കുകയാണ്. നെഹമ്യാ ഏറ്റെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഏറ്റെടുക്കാൻ പറ്റുമോ നമുക്ക് സംശയം തോന്നിയേക്കാം. അത് യേശു ചെയ്ത കാര്യമല്ലേ? നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. യേശു ക്രൂശ് എടുത്തു, അതുകൊണ്ട് ഇനി നമുക്ക് ആർക്കും ക്രൂശില്ല. യേശു കഷ്ടം സഹിച്ചു, അതുകൊണ്ട് നമുക്ക് ആർക്കും ഇനിയും കഷ്ടമില്ല, ഇല്ലേ? യേശു രോഗം സഹിച്ചു, അതുകൊണ്ട് നമുക്ക് ആർക്കും ഇനിയും രോഗമില്ല. അങ്ങനല്ല. ഇഫ് യു ലവ് പീപ്പിൾ യു ഷുഡ് ആക്ട് ആസ് ക്രൈസ്റ്റ് വുഡ് ആക്ട് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ ജനങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ യേശു എന്ത് ചെയ്യുമായിരുന്നു അത് ചെയ്യാനാണ്. ഞാൻ യെശയ്യാവിന്റെ പ്രവചനം 53 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ 90-ലാണ് 1990 ഞാനിങ്ങനെ വായിച്ചോണ്ട് ഞാൻ ആന്ധ്രാപ്രദേശിലോട്ട് പോവാം. അപ്പോൾ അതിനകത്ത് കഷ്ടം അനുഭവിക്കുന്ന ദാസൻ എന്നുള്ള ഭാഗമൊക്കെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഏതാണെങ്കിലും നീ കഷ്ടം അനുഭവിച്ചു, ഇപ്പം ഞാനോട് എന്തിനാണ് കഷ്ടം അനുഭവിക്കുന്നത്, അല്ലേ? ഇപ്പം ഞാനവിടെ ഒരു 17 ദിവസത്തെ ബൈബിൾ സ്റ്റഡി ഉണ്ട്. 17 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്. 14-ാമത്തെ ദിവസം ഞാനവിടെ ഒരു പാവങ്ങളുടെ ഒരു തെലുഗു സ്പീക്കിംഗ് ആൾക്കാരുടെ അവിടുത്തെ ബൈബിൾ ക്ലാസ്സിന് പോകുന്നതിൻ്റെ പകല് ഞാൻ അവിടെ ഒരു മിലിറ്ററി മേജറുമായിട്ട് സംസാരിച്ചു. അയാൾ വിശ്വാസിയൊന്നുമല്ല. അയാൾ എന്നോട് പറഞ്ഞു, ഞാനോട് പറയട്ടെ നിന്റെ ബൈബിൾ ക്ലാസ്സിന്? പറഞ്ഞു, യെസ് കം. അപ്പോൾ ഞങ്ങൾ വന്നു. ഇയാളെ ഒന്ന് കൊണ്ടിരുത്താൻ പറ്റുന്ന ഒരു ചർച്ച അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികമായിട്ട് പറയുകയാണ്. കാര്യം വളരെ മോശമായ ഡ്രസ്സ് ധരിച്ച് ഏറ്റവും പാവങ്ങളായ ആളുകൾ എല്ലാം കൂടി ഇരുന്ന് കൈകൊട്ടി പാടുന്നത്. അപ്പം ഇങ്ങനെ വന്നതിനകത്ത് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മ്ലേച്ഛമായ നിലയിൽ, വളരെ മോശമായ നിലയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന അവരുടെ ഇടയ്ക്ക് പോയി പുള്ളി ഇങ്ങനെ കുത്തിപ്പിടിച്ചു വന്നു. അപ്പം ഞാൻ ക്ലാസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു സഹോദരിക്ക് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഭൂതവിളി. അപ്പം എനിക്കാണെങ്കിൽ 90-ലാ. അന്നൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഒരു കാര്യം ഞാൻ പറയും, എനിക്ക് പ്രസംഗിക്കുന്ന സമയത്ത് ഒരു സ്വസ്ഥത വേണം. അതുകൊണ്ട് എനിക്ക് അതിനിടയ്ക്ക് വല്ല ഈ സ്ത്രീ ഒന്ന് ബഹളമുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രയാസമാണ്, നിനക്കറിയാമല്ല കാര്യം. അതുകൊണ്ട് എനിക്ക് പ്രയാസം ഉണ്ടാക്കരുത്. പിന്നെ അങ്ങേരൊക്കെ എന്തോ ചിന്തിക്കും, നമ്മുടെ മനസ്സിലൊരു ചിന്തയാ, അങ്ങേരൊക്കെ എന്തോ ചിന്തിക്കും, കാര്യം വന്നപ്പോഴേ ഇതൊക്കെയാണ് കാണുന്നതെങ്കിൽ. എനിവേ പാട്ട് കഴിഞ്ഞു, ഞാൻ പ്രസംഗിക്കാനായിട്ട് കയറി നിന്നു. തെലുങ്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നിരിക്കുന്നത്
കർത്താവ് എനിക്ക് പ്രസംഗിക്കാൻ തന്ന അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഐ പ്രീച്ച് ബിക്കോസ് ഗോഡ് ഹാസ് ഗിവൻ മീ അതോറിറ്റി ടു പ്രീച്ച് ഗോസ്പൽ. അയാൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, പക്ഷെ കർത്താവ് പ്രസംഗിക്കാൻ മാത്രമല്ല ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരം തന്നിട്ടുണ്ട്. അപ്പം ഇതും ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അടുത്തത് പറഞ്ഞത്, ആ അധികാരം ഉപയോഗിച്ച് ആ സ്ത്രീയുടെ മേൽ പൊസസ് ചെയ്തിരിക്കുന്ന ആത്മാവിനോട് ഞാൻ പറയുന്നു, ഞാൻ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഇയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. പക്ഷേ ഈ സ്ത്രീ എടുത്തെറിച്ച് താഴെ. ഈ തെലുങ്കിലൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ തന്നെ ഈ സ്ത്രീ എടുത്തെറിച്ച് താഴെ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഓക്കെ, കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്ത്രീ വളരെ ശാന്തയായി. പിന്നെ യാതൊരു കാര്യങ്ങളുമില്ല. ഭൂതം അവളെ വിട്ടുപോയി. പക്ഷെ ഞാൻ തിരിച്ച് ചെന്ന് കിടന്ന സമയത്തൊക്കെ എനിക്ക് വോമിറ്റ് ചെയ്യാനുള്ള ഭയങ്കര ടെൻഡൻസി. ഐ എം ഫീലിംഗ് വെരി, ഒന്നാമത്തെ കാര്യം ഞാൻ എക്സോസ്റ്റഡ് ആയി. 14ാമത്തെ ദിവസമാണ്, ഇനി 3 ദിവസം കൂടെ ഉള്ള ബൈബിൾ സ്റ്റഡി. അപ്പോൾ പകലും അതുപോലെ തന്നെ ക്ലാസ്സുകളും മറ്റുള്ള കാര്യം. പിന്നെ ഞാൻ രാത്രി ഒത്തിരി താമസിച്ച് ഉറങ്ങുന്നത്. ഐ സ്റ്റഡി ദ ബൈബിൾ എവ്രിതിങ്. അങ്ങനെയുള്ള ഒരു സ്റ്റേജിലാണ്. പിറ്റേ ദിവസം എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാൻ തുടങ്ങുക. ഒരു വല്ലാത്തൊരു സ്റ്റേജ്. അപ്പോൾ എന്നെ കൊണ്ടുപോയവർക്കാകെ ഒരു പ്രയാസമായി. ഇനിയും ഇങ്ങനെ ക്ലാസ് എടുക്കത്തില്ലേ, അതാണ് എൻ്റെ പ്രശ്നം. നമ്മുടെ ശാരീരിക അസുഖത്തേക്കാൾ അവരുടെ പ്രശ്നം എന്താണ്, ഇന്ന് വൈകിട്ട് ഇനി ബൈബിൾ ക്ലാസ്സിന് ആരെ കാണുമെന്നുള്ള. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എന്നെ കൊണ്ട് പിടിച്ചങ്ങ് നിർത്തിയാൽ മതി, ഞാൻ പ്രസംഗിച്ചോളാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഉച്ചയാകാറായപ്പോഴത്തേക്ക് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഉച്ചയായ സമയത്ത് ഞാൻ ഒരു ട്രാൻസിലായി. ഉടനെ കർത്താവ് എന്നോട് ചോദിച്ചു, നീ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചല്ലോ, നീ എന്തിനാ കഷ്ടം അനുഭവിക്കുന്നത്? യേശു കഷ്ടം അനുഭവിച്ചല്ലോ, പിന്നെ നീ എന്തിനാ ഇത്രയും കഷ്ടം അനുഭവിക്കാൻ ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞു യെസ്. എന്നെ പറഞ്ഞ്, നീ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മുറിയിലല്ലേ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. നിനക്ക് ഒരു നല്ല ഭക്ഷണമൊക്കെ തരുന്നില്ല? ഞാൻ പറഞ്ഞുണ്ട്. നിനക്ക് എന്തെങ്കിലും കംഫർട്ടിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എൻ്റെ കർത്താവ് പറഞ്ഞു, പക്ഷേ നീ പ്രസംഗിക്കുന്ന ആ പാവങ്ങളുണ്ടല്ലോ, അവർ നിന്നെ പോലെ സുഖം അനുഭവിക്കുന്നവരൊന്നുമല്ല. ദേ ആർ വെരി പുവർ പീപ്പിൾ, ദേ ആർ സഫറിങ്. നിനക്കിവിടെ വന്ന് അവരോട് പ്രസംഗിച്ച് ഇന്നലെ നീ ഭൂതമൊക്കെ ഇളകി കണ്ടപ്പോൾ നിനക്ക് ഒരു സന്തോഷമൊക്കെ ആയില്ലയോ? നിന്റെ മിനിസ്ട്രിയൊക്കെ അങ്ങ് നല്ല രീതിയിലൊക്കെ ആണെന്നൊക്കെ നിനക്ക് തോന്നിയില്ലയോ? മോനെ, നീ അവരെ ശരിയായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ കഷ്ടതയുടെ പങ്ക് നീയും കൂടെ വഹിക്കാൻ തയ്യാറായാലേ നീ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവാകത്തുള്ളൂ. ഷോക്കായിപ്പോയി. അതാണ് വാസ്തവത്തിൽ കഷ്ടത ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രൂഫ്. അതാണ് പ്രൂഫ്, വേറെ ഒന്നുമല്ല. നമ്മളവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വീടിൻ്റെ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിനോട് സംസാരിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. I felt that God was speaking to me. I don't know, I didn't have Bible with me. ഞാൻ ബൈബിൾ എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. I was just sitting and praying. ഞാൻ തനിയിരുന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നു. ഒരു വാക്ക്, ജോൺ ചാപ്റ്റർ 3:16, യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം എൻ്റെ മനസ്സിൽ 2 പ്രാവശ്യം വന്നു. For God so loved the world, he gave his only begotten son. ദൈവം അവൻ്റെ പുത്രനെ, ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ട് ദൈവം എൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ മടിച്ചില്ല. കർത്താവ് എന്നോട് സംസാരിക്കുന്ന അതിനു വേണ്ടി ഞാൻ was calm, cool, was listening. കർത്താവ് എന്നോട് ചോദിച്ചു, I loved the world. Do you love the world? ഞാൻ ലോകത്തെ സ്നേഹിച്ചു, നീ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ കർത്താവിനോട് അല്പം കുസൃതി കരുതി പറഞ്ഞു, കർത്താവേ അതൊക്കെ എന്നോട് ചോദിച്ചാൽ വലിയ പ്രയാസമാണ്. ഐ എം എ ഹ്യൂമൻ ബീയിങ്. എനിക്കിപ്പോൾ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ പറ്റുമോ? എന്നെ കർത്താവ് പറഞ്ഞു, forget about the whole world. You have a world of your own, isn't it? കർത്താവ് പറഞ്ഞു, നീ മുഴുവൻ ലോകത്തിന്റെ കാര്യമൊക്കെ വിട, പക്ഷെ നിനക്കൊരു ലോകമുണ്ടല്ലോ, അതിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം ഞാൻ എൻ്റെ ബുന്ദേൽഖണ്ഡ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, മധ്യപ്രദേശിൽ. കൂടുതൽ സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ച് നോക്കി, ബുന്ദേൽഖണ്ഡിലെ ആൾക്കാരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഉണ്ട്. എടി അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. അവരെൻ്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ലോർഡ്, ഐ തിങ്ക് ഐ ലവ് മൈ വേൾഡ്. ഞാൻ എൻ്റെ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഉടനെ കർത്താവ് പറഞ്ഞു, ഓക്കെ, ബട്ട് റിമെമ്പർ വെൻ ഐ ലവ്ഡ് ദ വേൾഡ് ഐ ഗേവ് മൈ ഓൺലി ബിഗോട്ടൻ സൺ. ഞാൻ ലോകത്തെ സ്നേഹിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഏക പുത്രനെ ഞാൻ ലോകത്തിന് കൊടുത്തു. നീ നിന്റെ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നീ എന്താ കൊടുക്കാൻ പോന്നേ? ഈ പറഞ്ഞതുപോലെ എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യാത്തൊരു സ്റ്റേജ് ആയിപ്പോയി. ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ്. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ലൈറ്റ്നിങ്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ഐ കുഡ് ഡു. ഐ വാസ് ജസ്റ്റ് വാണ്ടറിങ്. എനിക്കങ്ങ് വല്ലാതെ ഞാൻ അലയുന്ന ഒരു സ്റ്റേജിലായിപ്പോയി. പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞു, ലവ് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് സാക്രിഫൈസ്. സ്നേഹം യാഗം കൊണ്ട് മാത്രമേ തെളിയിക്കപ്പെടുന്നുള്ളൂ.
യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എന്നെയും നിർത്തുവാൻ ഘോരമം പാടുകൾ ക്രൂരരും യൂദരാൽ, ഘോരമം പാടുകൾ ക്രൂരരും യൂദരാൽ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ജീവകിരീടവും ജ്യോതിയം വസ്ത്രവും, ജീവകിരീടവും ജ്യോതിയം വസ്ത്രവും, നീതിയിൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ, നീതിയിൻ ചെങ്കോലും ധരിച്ചു വാഴുവാൻ. മുൾമുടി ധരിച്ചു നിന്നയും സഹിച്ചു, മുൾമുടി ധരിച്ചു നിന്നയും സഹിച്ചു. മന്നാതി മന്നാനിൻ മാറാത്ത സ്നേഹമേ, മന്നാതി മന്നാനിൻ മാറാത്ത സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ